ഡീലിമിറ്റേഷൻ നടപടി ഉൾപ്പെടെ വരുമ്പോൾ സംവിധാനങ്ങൾ പലതും മാറി മറിയും. അതായത് 2027 സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ നടപടിയും ഏകീകൃത സിവിൽ കോഡും ഏകദേശം സമാനമായ സമയത്ത് തന്നെ നടപ്പിലാക്കും. അതുവഴി ഈ രാജ്യത്ത് സംവരണാവകാശം പരിപൂർണമായി റദ്ദാക്കും. ഈ രാജ്യത്ത് ഇപ്പോഴും സംവരണം എന്തുകൊണ്ട് കൊടുക്കുന്നു, ആർക്കെല്ലാം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സംവരണത്തിന് അർഹതയില്ലാത്ത പലരും സംവരണത്തിന്റെ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷെ വളരെ ചെറിയ ശതമാനമാണ്. എന്നാൽ ഭൂരിഭാഗം പേര് അംബേദ്കർ വിഭാവന ചെയ്ത സംവരണം എന്ന ആ ബ്രാക്കറ്റിൽ നിൽക്കുന്നത് അവർ പുറം ലോകവുമായി അക്സസിബിലിറ്റി തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഡീലിമിറ്റേഷൻ നടപടിയും ഏകീകൃത സിവിൽ കോഡും നടപ്പിലാക്കി ഈ രാജ്യത്തിന്റെ സന്തുലിത അവസ്ഥയെ പരിപൂർണമായി താറുമാറാക്കാൻ പോകുന്നു. 2027 സെൻസസ് ഈ നാടിനെ പരിപൂർണമായി ഡിവൈഡ് ചെയ്യാനുള്ള സംവിധാനമാണ്. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും കൃത്യമായി കേന്ദ്ര സർക്കാർ പ്രത്യേകമായി ഡിവിഷൻ നടത്താൻ പോവുകയാണ്. ഉത്തരേന്ത്യയിൽ വരുന്ന സംസ്ഥാനങ്ങൾ കൂടുതലും ദക്ഷിണേന്ത്യയിൽ വരുന്നത് ആകെയുള്ള കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. ഗോവയുടെ കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് കൃത്യമായൊരു ഡിവിഷൻ ഉണ്ടാക്കാൻ പോകും. ദക്ഷിണേന്ത്യൻ സംവിധാനങ്ങളെ, അതായത് GDP-യിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, ഏറ്റവും മികച്ച രീതിയിൽ പല മാനദണ്ഡങ്ങളിലും ഒന്നാമതായി നിൽക്കുന്ന, മികച്ച ഫാമിലി പ്ലാനിങ്ങുമായി ഈ രാജ്യത്തിന് റോൾ മോഡലായി നിൽക്കുന്ന, മികച്ച ആരോഗ്യ പദ്ധതികളുമായി, മികച്ച ജീവിത നിലവാരവുമായി മുൻപന്തിയിൽ നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ, അവരുടെ സംവിധാനങ്ങളെ മുഴുവൻ പരിഹസിക്കുക. അവർക്ക് നിലവിൽ കേന്ദ്ര ബജറ്റിൽ ആകെ നായിഡു ഇപ്പോൾ BJP-യുടെ സഖ്യകക്ഷിയായി നിൽക്കുന്നത് കൊണ്ട് മാത്രം കേന്ദ്ര ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർക്കിനി ഒരു ബജറ്റിലും അവർക്ക് പ്രാമുഖ്യമില്ലാത്ത രീതിയിൽ തകർക്കുക. നമുക്കറിയാം, പണ്ട് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ റെയിൽവേ ബഡ്ജറ്റ് വേറെയും പൊതു ബജറ്റും മറ്റൊരു രീതിയിലുമായിരുന്നു. എന്നാൽ പിന്നെ അതിനുശേഷം അത് ഒരുമിച്ചാക്കി. ഇനി സംഭവിക്കാൻ പോകുന്നു, ഉത്തരേന്ത്യക്ക് ഒരു ബജറ്റും ദക്ഷിണേന്ത്യക്ക് മറ്റൊരു ബജറ്റും എന്ന സംവിധാനത്തിലേക്ക് പോകും. ക്ലിയർ കട്ട് ഡിവിഷൻ ഉണ്ടാകും. ദക്ഷിണേന്ത്യയെ താഴ്ത്തിക്കെട്ടാനുള്ള നീക്കമാണ് മോദിയുടെ ഹിഡൻ അജണ്ടയിൽ മറ്റൊന്ന്.